ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായ കേസ് നേതാക്കളുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. അജീഷ് ഉണ്ട് കണ്ണൂർ. അജീഷ്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നേരത്തെ അന്ന് കേസിന്റെ പ്രതിഷേധമുണ്ടായത്. ഈ കേസിൽ ഇപ്പോൾ റിമാൻഡിലാണ്, ഇവർ കസ്റ്റഡിയിലാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ അറിയേണ്ടത്? ഏറ്റവും പ്രധാനമായും മന്ത്രി ആക്രമിക്കപ്പെട്ടോ എന്ന് അറിയേണ്ടത് ആ CCTV ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടോ പോലീസ് ഇതുവരെ? സുഖലി, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ഗവൺമെന്റ് റെയിൽവേ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ KC പ്രവർത്തകരെ എത്തിച്ചിട്ടുള്ളത് തെളിവെടുപ്പിന് വേണ്ടി. ഇവിടെ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പിൻ്റെ അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കുക. ഇന്ന് രാവിലെയാണ് കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ 5 KSU പ്രവർത്തകരെയും 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നാളെ വൈകിട്ട് 4 മണി വരെ ആയിരിക്കും ഇവരെ പോലീസ് കസ്റ്റഡിയിൽ തുടരുക. ഇന്ന് ഈ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ കിട്ടിയതിന് ശേഷം ഇവരെ നേരെ ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു. അതിനുശേഷമാണ് ഇവരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പിനായി എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചെറിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർത്തിയിരുന്നു. ഇവരെ വലിയ കുറ്റവാളികളെ പോലെയാണ് ഇങ്ങോട്ടേക്ക് പോലീസ് വലിയ ബന്ദോബസ്തിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നത്. എന്തായാലും പോലീസിന് ഈ വിഷയത്തിൽ ഇവർ വധശ്രമം നടത്തി, അല്ലെങ്കിൽ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്നാണ് മന്ത്രിയുടെ ഗൺമാൻ്റെ മൊഴിപ്രകാരം പോലീസ് FIR ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഗുരുതര വകുപ്പുകൾ ചുമത്താൻ മാത്രമുള്ള തെളിവുകൾ പോലീസിന് ഇതുവരേക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് CCTV അടക്കം പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും ഈ മന്ത്രിയെ ഈ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും മന്ത്രിയെ നേരിട്ട് കയ്യേറ്റം ചെയ്യുന്നതിന് ദൃശ്യങ്ങളില്ല. പക്ഷേ മന്ത്രിയുടെ ഗൺമാൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളത്. ഈ കേസിൽ ഇതുവരെയ്ക്കും മന്ത്രിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ മന്ത്രി ഈ സംഭവത്തിന് ശേഷം ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നെ അവിടുന്ന് പരിയാരം മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു. അതിനുശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞ് മന്ത്രി അവിടുന്ന് പുലർച്ചെയോടെ പത്തനംതിട്ടയിലേക്ക് മടങ്ങുകയായിരുന്നു. എന്തായാലും ഈ കേസിൽ, നിർണായകമായിട്ടുള്ള കേസിൽ ഇവർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഈ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ഉള്ളതിനാലാണ് കീഴ്ക്കോടതി ഇവർക്ക് ജാമ്യം നൽകാത്തത്. അതിന് മാത്രമല്ല, പോലീസിൻ്റെ റിപ്പോർട്ട് ഇവർക്കെതിരെ തെളിവെടുപ്പടക്കം നടത്തണം, ഇവർക്കെതിരെ ആയുധം കണ്ടെത്തണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് ഇവരെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയത്. അന്വേഷണം തുടരുകയാണ് എന്നാണ് റെയിൽവേ പോലീസ് കോടതിയെ അറിയിച്ചത്. എന്തായാലും നാളെ വൈകിട്ട് 4 മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ ഇവിടെ തുടരുന്നത്. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷനിലെ തെളിവെടുപ്പ് ആണ് ഏറ്റവും പ്രധാനം. ഇവിടുത്തെ 1-ാം പ്ലാറ്റ്ഫോമിലെ കവാടത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. മന്ത്രി വന്ദേ ഭാരതിൽ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള വന്ദേ ഭാരതിൽ പോകാനായി എത്തിയപ്പോഴാണ് പ്രവർത്തകർ കരിങ്കുടിയുമായി പ്രതിഷേധിക്കാൻ എത്തിയത്. ആ സമയത്തായിരുന്നു ഈ കയ്യേറ്റം നടന്നു എന്ന് മന്ത്രി ആരോപിക്കുന്നത്. വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് KSU പ്രവർത്തകരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ മന്ത്രി ആക്രമിക്കപ്പെട്ടു എന്ന് തെളിയിക്കാൻ ഒതുങ്ങുന്ന ദൃശ്യങ്ങളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഈ പറയുന്ന പ്രതികളുമായി അവിടെ വെച്ച് തെളിവെടുപ്പ് നടത്തുന്ന അജീഷ് ശിവകുമാറാണ് വിശദാംശം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.